ഒരേ പാർട്ടിയുടെ രണ്ട് നേതാക്കളുടെ മക്കൾക്കെതിരെ രണ്ടിനും ആ പാർട്ടി സ്വീകരിച്ചത് വ്യത്യസ്ത നയം. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ചിറ്റമ്മ നയം. 2020 ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ ED റെയ്ഡ് നടന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എന്നാൽ അന്ന് പാർട്ടിയെ വെച്ച് ഉപരോധിക്കുന്നതിന് പകരം അത് ബിനീഷ് കൊടിയേരിയുടെ വ്യക്തിപരമായ കാര്യമാണെന്നും ബിനീഷ് കൊടിയേരി ഒരു പ്രത്യേക വ്യക്തിയാണെന്നും അതിൽ പാർട്ടി ഇടപെടില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കുകയായിരുന്നു. പാർട്ടി അതിൽ ഇടപെട്ടുമില്ല. മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ പ്രസ്താവിച്ചത് അത് ബിനീഷ് കൊടിയേരിയുടെ കാര്യമാണ്, അല്ലാതെ അതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ്. അന്ന് പിണറായിയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഇതൊരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് അവരുടെ കയ്യിലുള്ളത് എന്നറിയാതെ അത് സംബന്ധിച്ച് ഒന്നും പറയാനില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിയമങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കുടുംബം സ്വീകരിക്കും എന്നാണ്. കോടിയേരി ബാലകൃഷ്ണൻ തന്റെ മകന്റെ വീട്ടിൽ നടന്ന റെയ്ഡിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ബിനീഷ് ഒരു പൊതുപ്രവർത്തകനല്ല, വ്യക്തിപരമായി ഉയർന്നു വന്ന ആരോപണമാണിത്. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉയർന്ന ശിക്ഷയും കൊടുക്കട്ടെ. പാർട്ടി എന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി തെറ്റായ നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആ കുടുംബത്തിനുണ്ട്. അവർ അത് ചെയ്യട്ടെ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. എന്നാൽ 6 വർഷങ്ങൾക്കിപ്പുറം കാലം കരുതി വെച്ചതുപോലെ EDയുടെ അന്വേഷണം പിണറായി വിജയന്റെ മകളിലേക്ക് എത്തുന്നു. പിണറായി വിജയന്റെ മകൾ പാർട്ടി അംഗമല്ല. എന്നാൽ പിണറായിയുടെ പ്രതികരണം ഇപ്പോൾ ഇത് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന രീതിയിലാണ്. ആ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ബോധപൂർവമായി കെട്ടിച്ചമച്ച കേസാണിത്. പിണറായിക്കെതിരായ കേസായല്ല കാണുന്നത്. കേരളത്തിലെ പാർട്ടിക്കെതിരായ കടന്നാക്രമണത്തിന്റെ അവസാന ആയുധമാണിത്. പാർട്ടിയെ തകർക്കാൻ പിണറായിയെ തകർത്താലാണ് സാധിക്കുക എന്നുള്ള കരുതിയുള്ള ആക്രമണം. ജനകീയമായും നിയമപരമായും പ്രതിരോധിക്കും. ഒരു തരത്തിലുള്ള തെറ്റായ നിലപാട് പിണറായി സ്വീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. പക്ഷേ ബിനീഷ് കൊടിയേരിയോട് സ്വീകരിച്ച നയമല്ല വീണ വിജയനോട് CPM സ്വീകരിച്ചത്. അതിന്റെ മധുര പ്രതികാരവുമായി EDയുടെ റെയ്ഡ് നടക്കുമ്പോൾ തലസ്ഥാനത്തുണ്ടായ സമര പരമ്പരകളിൽ മുൻനിരയിൽ തന്നെ ബിനീഷ് കൊടിയേരിയും ഉണ്ടായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച്